പറയാണ് അതാ മൗലവിക്ക് ആയത്ത് തെറ്റിപ്പോയി. എന്തേ കാരണം? കാന്തപുരത്തെ പറഞ്ഞതുകൊണ്ട് രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും തെറ്റാതെ ഓതാൻ അറിയാവുന്ന ഭാഗം മൗലവിയോട് തെറ്റിപ്പോയി. എൻ്റെ ഒരായത്തും തെറ്റിയില്ല കേട്ടോ, അത് വേറെ വിഷയമാണ്. എന്താ സംഭവിച്ചത് എന്ന് ഞാൻ ശേഷം നിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ കാന്തപുരത്തിൻ്റെ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് ഇവിടെ വെച്ച് പറയുന്നതും ജനങ്ങൾ അതിങ്ങനെ ആവേശപൂർവ്വം തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്നതും ഒന്ന് കേട്ടോളൂ. ഒന്നൊരു വെക്കും. രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയോ? നോക്കാൻ നമുക്ക് കാന്തപുരസായിട്ട് കറാമത്താ കാണാൻ പോകും. കാന്തപുരത്തിന്റെ കറാമത്ത് കണ്ടോ? എന്താ കറാമത്ത്? ആയത്ത് തെറ്റിക്കല്. കാന്തപുരത്തിന്റെ കറാമത്ത് കണ്ടോ? എന്ത് ആയത്ത് തെറ്റിക്കൽ? എൻ്റെ ആയത്ത് തെറ്റിയിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞത്? ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും യുറാഊൻ എന്ന് ഞാൻ ഓതിയിട്ടില്ല. ഞാൻ പറഞ്ഞതെന്താ? ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് ആവശ്യമായ ഭാഗം ഓതിയതാണ്. ഞാനിവിടെ പറയുന്നത് റിയായിനെ സംബന്ധിച്ചാണ്. നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാകുന്ന ആളുകളെ കുറിച്ചല്ല എൻ്റെ വിഷയം. ആ റിയായിനെ സംബന്ധിച്ചായിരുന്നു എൻ്റെ വിഷയം. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു? ഫവൈലുൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ നമസ്കരിക്കുന്നവർക്കാണ് നാശം. എന്തേ അവരുടെ നാശത്തിന്റെ കാരണം? രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നെൻ്റെ വിഷയത്തിൽ പെട്ടതല്ല, അത് അല്ലദീനഹും മിൻ സലാത്തിഹിം സാഹൂനാണ്. അതുകൊണ്ടത് പറയാതെ അടുത്തതാണ് വിഷയവുമായിട്ടുള്ള ബന്ധം. റിയായിനെ സംബന്ധിച്ച് ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ലദീനഹും യുറാഊന, അവരാളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ്. ഇതാണ് മൂപ്പരിന് ആഘോഷിക്കൽ. ഒന്നുകൂടി വെക്ക് മോനെ. കാന്തപുരം ഉസ്താദിന്റെ കറാമത്ത് ഇങ്ങനെ ഒഴുകല്ല ഇവിടെ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? എൻ്റെ ആയത്ത് തെറ്റിയിട്ടില്ല. എന്നാ ഈ കാന്തപുരത്തിന്റെ കറാമത്താണല്ലോ. ഇപ്പൊ എന്താ വലിയ കറാമത്ത്? ആയത്ത് തെറ്റിക്കലാ കറാമത്ത്. ഒരു മനുഷ്യനെ നന്നായിട്ട് ഓതാൻ സമ്മതിക്കൂല, അപ്പൊ തെറ്റിക്കും. ഇനി മൂപ്പരെ പേരറ്റ് പറഞ്ഞപ്പോ അങ്ങനെ വന്നതാണോ? അല്ലാഹു അഅലം. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാലോ. അത്രയ്ക്ക് വലിയ പോരിശയുള്ള ഈ ശൈഖുനാക്ക് ആയത്തൊന്നും തെറ്റൂലേ? ശിഷ്യ, മിസ്റ്റർ ശിഷ്യ, നിങ്ങളുടെ ശൈഖുനാക്ക് ഇങ്ങനെ ആയത്തൊന്നും തെറ്റിയിട്ടില്ലേ? വലിയ കറാമത്തല്ലേ? എൻ്റെ തെറ്റിയിട്ടില്ല. ഞാൻ തെറ്റി ഓതിയിട്ടില്ല, ആവശ്യമുള്ളത് പറഞ്ഞതാണ്. അതേ അവസരത്തിൽ അതാ ഇയാൾ ഓതുമ്പോൾ തെറ്റുന്ന ചില ഉദാഹരണങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കിക്കോളൂ. ആ സ്ക്രീനിൽ നിങ്ങൾക്ക് അയാൾ ആയത്ത് ഓതുമ്പോൾ, കാന്തപുരം ഓതുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്, ഏത് പേജിലാണ് എന്ന് ആ കാസറ്റ്, ആ CD എഡിറ്റ് ചെയ്തിട്ടുള്ള അവർ തന്നെയാണ് മുസ്ഹഫ് കാണിക്കുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിച്ചോളൂ. ഖുർആൻ കാണിക്കുന്നത് ആരാ? മുജാഹിദീങ്ങൾ കാണിക്കല്ല. അത് ജിദ്ദയിൽ നിന്നാണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ജിദ്ദയിലെ ഇവരുടെ സെന്ററിൽ നിന്ന് എഡിറ്റ് ചെയ്ത കാസറ്റിൽ അവർ തന്നെ ഈ ആയത്തുകൾ ഇങ്ങനെ പറയുമ്പോൾ ഖുർആൻ അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആയത്തിന്റെ പേന വെക്കുന്നത് ഒരു ഭാഗത്ത്, മൂപ്പരിങ്ങനെ ഓതിപ്പോണത് വേറെ കാര്യങ്ങൾ. കേട്ടോളൂ. ആരാ? വലിയ കറാമത്ത് എന്ന് പറഞ്ഞിട്ട് ചാടിക്കളിച്ചില്ലേ? ചാടിക്കളിക്കുന്നവരൊക്കെ ഒന്ന് കണ്ടോളിൻ. എന്താ കറാമത്ത്? അല്ലാഹു പറയുന്നു, കണ്ടോ? അൽഖി അസാക യാ മൂസ. അവിടെ എന്താ ഉള്ളത് നിങ്ങൾ കണ്ടില്ലേ? ഇനിയുണ്ട്. അടുത്തത് വരട്ടെ. നബി പറയുന്ന റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. നബി പറയുന്ന റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. ഇനിയുണ്ടോ? മക്കം ഫത്ഹ്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ ليغفر لك الله ما تقدم من ذنبك وما تأخر وليتم نعمته عليك ويهديك الله الله سبحانه وتعالى പറഞ്ഞു إنا فتحنا لك فتحا
مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر وليتم نعمته عليك ويهديك الله صراطا مستقيما. കണ്ടില്ലേ? അത്ര മതി. ഇനിയും ധാരാളമുണ്ട്. ഇതൊന്നും ആരും പിടിക്കാറില്ല. അതൊക്കെ സ്വാഭാവികമാണ്, സംഭവിച്ചു പോകും. പക്ഷെ എൻ്റെ തൊട്ട് തെറ്റിയിട്ടില്ല, തെറ്റിപ്പോകാം, സാധ്യതയുണ്ട്. മനുഷ്യനല്ലേ പാരായണം ചെയ്യുന്നത്. അതെടുത്തിട്ട് വേറൊരാളെ കറാമത്താന്ന് പറയാം. പിന്നെ വലിയ കറാമത്തുള്ള ഹോജന്റെ കറാമത്തൊന്നും ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കാണിച്ചത്. ഇനിയും എമ്പാടുണ്ട്. ഇത് കുറച്ചൊന്നുമല്ല, അതിന് സമയം കളയണ്ടല്ലോ എന്ന നിലക്കാണ്. ഒന്നും വലിയൊരു കാര്യമല്ല, ആരും അങ്ങനെ ചെയ്യലില്ല. ഇവിടെ പിന്നെ നമ്മൾ ചിലതൊക്കെ തെറ്റിയത് കാണിക്കാൻ എന്താ കാരണം? ഇയാൾ നമ്മളുടെ ഒരു വായനാ തെറ്റ് പണ്ട് പിടിച്ചോണ്ടാ അപ്പം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ തന്നെ നന്നാവല്, അങ്ങനെ തന്നെയാ നന്നാവല്. നന്നായി വരും നിങ്ങൾ. ഇനി സുഹൃത്ത്